രാജ്യത്തും സംസ്ഥാനത്തും CJPയുടെ മറവിൽ കോൺഗ്രസും ഇടതു പ്രസ്ഥാനങ്ങളും നടത്തുന്നത് പ്രധാനമന്ത്രിയെയും രാജ്യത്തെ ഭരണകൂടത്തെയും അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള സമരാഭാസമെന്ന് BJP. കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെയും കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന PSC അട്ടിമറി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലും പ്രതിഷേധിച്ച BJPയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കേരളത്തിൽ കണ്ടില്ലേ കണ്ടില്ലേ. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം മെയ് മാസം 15-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഗവൺമെന്റിനും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുമുള്ള വിഷമം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പപേക്ഷിക്കുകയും പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാക്കുന്നതിന് അതിന്റെ കമ്പ്യൂട്ടർ വൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ആ സംവിധാനം നടത്തുന്ന നിരവധി പരീക്ഷകളുണ്ട്. നീറ്റ് മാത്രമല്ല, ധാരാളം പരീക്ഷകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള പല പരീക്ഷകളിലും ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പൊക്കെ നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമല്ല. UPA ഗവൺമെന്റ് കാലത്ത് നിരവധി തവണ ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. കർണാടകയിൽ വിവിധ അവസരങ്ങളിൽ പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് PSC നടത്തിയ ഒരു പരീക്ഷ രാവിലെ നടക്കുമ്പോൾ അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ വിതരണം ചെയ്ത സംഭവം വരെ ഉണ്ടായി. ആ സംഭവങ്ങളിലെല്ലാം വളരെ ഒരു നിഷ്കളങ്കമായ നിലപാട് സ്വീകരിച്ച പാർട്ടികൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിനോടുള്ള വിരോധം തീർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ സമരത്തിന് പിന്നിൽ ആരൊക്കെയാണ്? ഇന്ത്യയിലെ അരാജകവാദികളാണ്. ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കുന്ന ഭീകര സംഘടനകളുമായി ബന്ധമുള്ള നേതാക്കളാണ്. ഉമർ ഖാലിദിനെ പോലെയുള്ള നേതാക്കന്മാർ അതിന്റെ പിന്നിലുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല അതിന് പിന്നിലുള്ളത്. മാത്രമല്ല, സമരക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നീറ്റ് പരീക്ഷയുടെ വിഷയങ്ങൾ മാത്രമല്ല, അവർ കാശ്മീർ വിഷയം ഉന്നയിക്കുന്നു, അവർ അയോധ്യയുടെ വിഷയം ഉന്നയിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വൈക്കൽ വിജയൻ, ബബുൽദേവ്, സുനിൽ ദേവൻ, സുമൻ ശ്രീനിവാസൻ, ശ്രീന ഉദയൻ, ഏരൂർ അനിൽ, രഞ്ജിത്ത്, അജി കുരുവിക്കോണം, KP രാജു, ആനന്ദി, ചന്ദ്രലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത അഞ്ചൽ.